എല്ലാവരും ജീവിക്കും പോലെ എൻ്റെ കുട്ടിയും ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ കുട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി. അപ്പോൾ എന്താ വേണ്ടത്? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ബുദ്ധി വളർച്ചയല്ല, വ്യക്തിത്വ വികാസമാണ്. അത് പാഠപുസ്തകങ്ങൾ അതിന് വളരെ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ ഞാൻ ഏത് സിലബസ് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതല്ല ആവശ്യമായ അറിവുകളുടെ 100-1 പോലും പാഠപുസ്തകത്തിലില്ല. അതുകൊണ്ട് പാഠപുസ്തകം എന്ന് പറയുന്നത് അവസാന വാക്കല്ല, ആദ്യത്തെ വാക്കാണ്. അതൊരു പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് അവനെ നോക്കിക്കാണാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് പാഠപുസ്തകത്തിൽ പരീക്ഷ എഴുതി മാർക്ക് വാങ്ങലല്ല എന്ന പരിമിതമായ ലക്ഷ്യം, ഫുൾ A+ എന്ന പരിമിതമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയെ തളച്ചിടരുത്. ഒരു ജോലി തീർന്നു, അതാണോ? ഒരു ജോലി, ഫുൾ A+, ഒരു വീട്, ഒരു കാറ്, ഇതാണോ ജീവിതം? ഇതെന്ത് ജീവിതമാണ്? അതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തോളം വളരണ്ടേ നമ്മുടെ കുട്ടികൾ? അതിനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ മക്കളുടെ ഉള്ളിലുണ്ട്. അതിനെ മുഴുവൻ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കലാണ് നമ്മുടെ ജോലി. ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ പഠിക്കാൻ കഴിവില്ല, കൂട്ടുകാർ താമസിക്കുന്ന ലോഡ്ജിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഷെയർ ചെയ്തിട്ട് താമസിക്കാൻ കൊടുക്കാൻ കാശ് കയ്യിലില്ല. അപ്പോൾ അവൾ പോയി ചോദിച്ചു, ആ വീടിൻ്റെ അടുക്കളയുടെ അറ്റത്ത് അല്പ സ്ഥലമുണ്ടല്ലോ, അടുക്കളയുടെ അട്ടം ആറ്റിക് എന്ന് പറയും, ആറ്റിക്, അതാണ് മലയാളത്തിൽ അട്ടം. ആ വിറക് സൂക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പായിട്ട് കിടന്നോട്ടെ, കുറച്ച് കാശ് തരാം, അപ്പോൾ അതിൻ്റെ കാശും കിട്ടുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു സന്തോഷം. യെസ്, അങ്ങനെ ഈ പുകയൊക്കെ ശ്വസിച്ചുകൊണ്ട് ശ്വാസകോശ പ്രശ്നമായിട്ടും ആ കുട്ടി അവിടെ കിടന്ന് പഠിച്ചു. അവൾ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കനികളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചെളിയും കോരി വീട്ടിലേക്ക് പോകുന്ന കണ്ടപ്പോൾ അയൽവാസികൾ പറഞ്ഞു, ഒരുപാട് പഠിച്ചിട്ട് കുട്ടിക്ക് വട്ടായിപ്പോയി. കാരണം ഇവൾ ചെയ്യുന്നത് കനികളിൽ നിന്ന് കോരിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന പിച്ച് ബ്ലണ്ടിൻ്റെ ചളി, പിച്ച് ബ്ലണ്ട് അയിര്, അത് കോരി തലയിൽ വെച്ചിട്ട് ചളിയിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടിടുക. എന്തൊരു പൊട്ടത്തിയാണിത്! ഒരു ദിവസം പത്രത്തിൽ വാർത്ത വന്നു, ആ കുട്ടിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്ന്. അപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിപ്പോയത്. പിച്ച് ബ്ലണ്ട് അയിരിൽ നിന്ന് യുറേനിയം എന്ന് പറയുന്ന ഒരു മൂലകത്തെ ലോകത്തിൽ ആദ്യമായി സമ്പുഷ്ടീകരിച്ച് കണ്ടുപിടിച്ച മേഡം ക്യൂരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ പിന്നെയും അവിടെ നിന്നില്ല. അവളുടെ ഭർത്താവ് പിയരി ക്യൂരിയുടെ കൂടെ അവിടെ നിൽക്കാതെ യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ച് അതിൻ്റെ അകത്തുനിന്ന് റേഡിയം കണ്ടെത്തി. പിന്നെയും കിട്ടി നോബൽ സമ്മാനം. ആ റേഡിയമാണ് ആറ്റം ഘടിച്ച് ആറ്റോമിക് എനർജിയുടെ അടിത്തറയായി മാറിയത്. ആ റേഡിയത്തിൻ്റെ കണ്ടുപിടുത്തം.